എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇപ്പോൾ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ദൈവിക ശക്തികൾക്കെതിരെ പൈശാചിക ശക്തികൾക്ക് ഒരിക്കലും വിജയം നേടാനാകില്ല എന്ന സത്യം അധികാര ഗർഭുടയിൽ മെത്രാന്മാർ മറന്നുപോകുന്നു. അതിനാലാണ് ദേശവിരുദ്ധ തീവ്രവാദ ശക്തികളായിട്ട് വരെ ഗൂഢബന്ധം പുലർത്തി നമ്മൾ ഒറ്റയ്ക്കല്ല, ഒറ്റക്കെട്ടാണെന്ന് വിളിച്ചു പറഞ്ഞു നടക്കുന്ന വിമതരെ സഭാവിരുദ്ധരെ ചുമന്നുകൊണ്ട് നടക്കേണ്ട ഗതികേട് ഈ മെത്രാന്മാർക്കുണ്ടായത്. അതിന്റെ ഫലം എന്താണ്? വിശ്വാസികളുടെ ഉപവാസ സമരത്തിന് പിന്നാലെ ഇതാ വിമതർ അക്രമം കാട്ടി അടപ്പിച്ച പള്ളി തുറന്ന് ഏകീകൃത കുർബാന ആരംഭിക്കണം എന്ന കടുത്ത ആവശ്യവുമായി എറണാകുളം അതിരൂപത ആസ്ഥാനത്ത് ഉദയംപേരൂർ പള്ളി ഇടവകക്കാരുത അനിശ്ചിതകാല രാപ്പകൽ സമരം തുടങ്ങിയിരിക്കുന്നു. പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ഒഴിഞ്ഞു മാറി രൂപത മെത്രാന്മാർ മാറി നിൽക്കുകയാണ്. നോമ്പ് കാലത്ത് വെള്ളിയാഴ്ചകളിലും വലിയ ആഴ്ചയിൽ ഓശാന, പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ദുഃഖശനി, ഈസ്റ്റർ ഈ ദിവസങ്ങളിലും തിരുക്കർമ്മങ്ങൾ നടത്താനുള്ള അനുവാദം ഈ ഇടവകയിൽ നൽകണമെന്ന് വിശ്വാസികൾ ആവശ്യപ്പെടുന്നു. പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണം, വിവാഹം, മരണാന്തര ചടങ്ങുകൾ എന്നിവയ്ക്ക് സ്വകാര്യ കുർബാനകൾ ചൊല്ലാൻ വേണ്ട അനുമതിയും നൽകണം. കാരണം ജനാഭിമുഖം അവർക്ക് വേണ്ട. കാലാവധി കഴിഞ്ഞാൽ പാരിഷ് കൗൺസിൽ പിരിച്ചുവിടണം, എന്നിട്ട് പുതിയ കൗൺസിലിനെ നിയമിക്കണം. ഇടവക പൊതുയോഗം വിളിക്കണം, എന്തുകൊണ്ട് വിളിക്കുന്നില്ല? എന്നിട്ട് ഇതുവരെയുള്ള വരവ് ചിലവ് കണക്കുകൾ അവിടെ അവതരിപ്പിക്കണം. ജൂബിലി ഹാളിന്റെ നവീകരണത്തിന് വാങ്ങിയ ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള സാധന സാമഗ്രികൾ വെയിലും മഴയേറ്റ് നശിച്ചു പോകാതെ അത് നിർമ്മാണത്തിന് എടുത്ത് ഉപയോഗിക്കണം. ഇതൊക്കെയാണ് ഉദയംപേരൂർ സുനഹദോസ് പള്ളിക്ക് വേണ്ടി വിശ്വാസികൾ ഇപ്പോൾ കുറെ കാലമായി അവർ ഇടവകയിൽ ആവശ്യപ്പെടുന്നു. ആരും ചെവി കേൾക്കുന്നില്ല. വൈദികന്മാരുടെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിച്ചതുപോലെ. അത് എപ്പോഴും അങ്ങനെയാണ്. അൽമായർ വിശ്വാസികൾ എന്തെങ്കിലും ഒരു ആവശ്യം ഉന്നയിച്ചാൽ അത് കേട്ട മട്ടെടുക്കില്ല, കേട്ടില്ലെന്ന് നടിക്കും. അതാണ് അവസ്ഥ. എന്നിട്ട് വിമതർ എന്ത് പറയുന്നോ അതിന് പിന്നാലെ ഓടിച്ചെല്ലും. വിമതർക്ക് തോളിൽ കൈയിട്ട് എല്ലാവിധ സഹകരണങ്ങളും ചെയ്തു തീർക്കും. ഇതാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മെത്രാന്മാരുടെ സവിശേഷത. ഈ സവിശേഷത ഒന്നുകൂടി തിരിച്ചറിഞ്ഞത് ഉപവാസ സമരത്തിലാണ്. അതുകൊണ്ടാണ് ഉദയംപേരൂർ സുനഹദോസ് പള്ളിയിലെ ഇടവക വിശ്വാസികൾ ഇതാ രൂപതയിലേക്ക് വന്ന് ഉപവാസ സമരത്തിന് പിന്നാലെ ഇതാ അടച്ച പള്ളി തുറന്ന് ഏകീകൃത കുർബാന തന്നെ വേണം എന്ന ആവശ്യവുമായി അതിരൂപത ആസ്ഥാനത്ത് തന്നെ അവർ വന്നിരുന്ന് രാപ്പകൽ സമരം തുടങ്ങിയിരിക്കും.